കരയാണോ? ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബീബാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉമ്മ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഉമ്മ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നടന്നാലോ. എന്നോ തക്ബീറല്ലേ? ആയില്ല. എന്നോ തക്ബീറല്ലേ? എന്നെ തക്ബീറല്ലേ? എന്നോ ലാ ഇലാഹ ചൊല്ലി. തക്ബീറല്ലേ? എന്നോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ഈ ഒരു വീഡിയോ. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഞ്ചാവാദിയിൽ പോയി കുളിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരെ തിരിച്ചു വരുന്ന സമയത്ത് മാർക്കൻ സേവിൽ കയറുകയാണ്. നാളെയാണ് ഉമ്മ പോകുന്നത്. ഇപ്പം വൈകുന്നേരം ഒരു 5 മണിക്കെങ്കിലും നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പം അതിന് മുൻപായിട്ട് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും മേടിക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി പിന്നെ പെട്ടി പാക്കിങ്ങും അവസാനത്തെ പാക്കിങ്ങും കാര്യങ്ങളും, അതായത് ഈ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പാക്കിങ്ങും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ എടുക്കുന്നതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കുട്ടികളൊക്കെ ഭയങ്കര അലമ്പായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം വെയിറ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു പ്രശ്നമല്ല. ഒന്നെങ്കിൽ ഡ്രസ്സ് കൂടുതലായിരിക്കും, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൽ തന്നെയാണ് പണി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തനൂസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും കൂടെ ഉണ്ട്. 8:30ക്കാണ് തനൂസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട്. അതിൻ്റെ ഇടയ്ക്ക് കൈനൂസിനെ ക്ലീൻ ചെയ്യാനും അവളെ ഉറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ പരിപാടിയായിട്ട് പോയി. ഉമ്മയും ഫാസിയും കൂടാണ് പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് കേട്ടോ. അതിനിപ്പോൾ മേലൊക്കെ കഴുകി രാത്രി കിടക്കാനുള്ള എല്ലാ സെറ്റപ്പും ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തനൂസിൻ്റെ ക്ലാസ് ഉണ്ട്. രാത്രി 8:30ക്ക് സ്ഥിരമായിട്ട് ക്ലാസ് ഉള്ളതാണ് ഇൻ്റർവെൽ ടീമിൻ്റെ കൂടെ. ആദ്യമൊക്കെ ഒരു ഈവനിങ്ങിലായിരുന്നു ക്ലാസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ട് ഞാൻ കുറേ മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരുടെ തനൂസ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അന്ന് ഈവനിങ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ നൈറ്റിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു സമയത്തിനനുസരിച്ച് ഞാൻ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മുടെ ഐനൂസ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ ആ റൂമിലേക്ക് മാറ്റണം. ഇവർക്ക് ഇവിടെ ക്ലാസ് നടക്കുന്നതുകൊണ്ട്. -2. So answer please. 7. Very good, super. ഇവിടെ പിന്നെ മോളും ടീച്ചറും മാത്രമേ ഉള്ളൂ ഈ ഒരു റൂമിൽ. അവൾ അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു പേരാണ് ഫൗണ്ടേഷൻ കോഴ്സാണ് മാത്സിൻ്റെത്. മാത്സാണ് ഇപ്പോൾ അവൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബേസിക് ലെവലിലൊക്കെ പ്രശ്നമുള്ള കുട്ടികളുണ്ടാവില്ല. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ബേസിക് ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു കോഴ്സാണത്. ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത് മാത്സിലാവാം, സയൻസിലാവാം. ഇപ്പോൾ ഏത് സബ്ജക്റ്റിലും ബേസിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവർ ക്ലിയർ ചെയ്ത് കൊടുക്കും ഈ ഒരു കോഴ്സിലൂടെ. -5 തനൂസിൻ്റെ ക്ലാസ് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. കാരണം ഈ അഡ്മിഷൻ സമയത്ത് തന്നെ അവരൊരു ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലെവിടെയാണ് കുട്ടിയുടെ പ്രശ്നം എന്നൊക്കെ അവർ മനസ്സിലാക്കും. ഇനിയിപ്പോൾ ബേസിക് ഇഷ്യൂസ് ആണോ, ഇനിയിപ്പോൾ എവിടെയാണ് ആ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടതെന്നൊക്കെ ആ ഒരു ടെസ്റ്റിലൂടെ അവർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കോഴ്സിലേക്കാണ് അവർ ചേർക്കുന്നത്. ഇപ്പോൾ ഇനി ബേസിക് ഇഷ്യൂസ് ആണെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സിലേക്കാണ് അവർ ആ കുട്ടിയെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയ സമയത്ത് കുട്ടിക്ക് ഇപ്പം ഒരു സ്പെസിഫിക് സബ്ജക്റ്റിലാണ് ബേസിക് ഇഷ്യൂസ് ഉള്ളതെങ്കിൽ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ മാത്സിലോ സയൻസ് സബ്ജക്റ്റിലൊക്കെ ആണ് വിഷയമുള്ളതെങ്കിൽ, പ്രശ്നങ്ങളുള്ളതെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ അവർ പ്രോപ്പറായിട്ട് ആ ഒരു ബേസിക് ഇഷ്യൂസ് ഫുൾ ക്ലിയർ ആക്കി തരും കേട്ടോ. അതൊരു 30 to 40 ഡേയ്സിനുള്ളിൽ തീർക്കുന്നതാണ്. ഈ ഒരു വെക്കേഷൻ അതിന് പറ്റിയൊരു സമയം കൂടിയാണ് കേട്ടോ. ഇവർ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല കൊടുക്കുന്നത്, +2 വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷനും കൊടുക്കുന്നുണ്ട്. കുറേ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിങ് വരെ അവർ ഫുൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു വെക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. തനൂസ് ഇപ്പം 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബേസിക് ലെവൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ കോഴ്സിൽ തന്നെയാണ് തനൂസിനെ ചേർത്തിട്ടുള്ളത് കേട്ടോ. മക്കളുടെ ടൈമിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവർ അവരുടെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തു തരും. അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ ICC സ്റ്റേറ്റ് CBSE എല്ലാ സിലബസിലും ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇവരുടെ ക്ലാസ് ഒരു ദിവസം 1.5 hour ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആ
1.5 hour കുട്ടിയും ടീച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വലായിട്ടൊരു അറ്റൻഷനും കെയറിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും ആ ഒരു 1.5 മണിക്കൂർ. കുട്ടികളിൽ അതൊരു ഭയങ്കര ഒരു ഇഷ്ടവും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും അവരുടെ ആ ഒരു പഠന കാര്യത്തിലൊക്കെ. പ്രീ KG മുതൽ 1ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ജീനി എന്ന് പറയുന്ന കോഴ്സും കൂടെ അവരോട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ ഈ +2 കഴിഞ്ഞിട്ട് ടീച്ചർ ആണെന്നുള്ളവർക്കൊക്കെ ഈ മോണ്ടിസോറി എന്ന് പറയുന്ന 1 year കോഴ്സ് ഇല്ല, അതും അവരോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിച്ചിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലിയൊക്കെ ചെയ്യാം. ഒരുപാട് പേര് ഇപ്പോൾ പഠിച്ചിറങ്ങി ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ മോളുടെ ഈ ഒരു കാര്യത്തിൽ. നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒന്നാമത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് അതിലൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. മോള് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ളൂ, മോശമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇതുപോലത്തെ ക്ലാസ്സിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് പോകാനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധനോസിൻ്റെ ക്ലാസ് കയ്യിലും ഹൈനു പിന്നെ ഉറക്കലെല്ലാം കൂടെ എൻ്റെ ആ ഒരു സമയം കൊണ്ട് പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റാണ്, ഇനി വേഗം പോയിട്ട് ഉറങ്ങണം. നാളെ നേരം വെളുത്തിട്ട് കുറച്ച് പണിയും കൂടെ എടുക്കാനുണ്ട്. അവസാനം പെട്ടിൻ്റെ വെയിറ്റൊക്കെ ബാലൻസ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 9 മണി ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉമ്മ ഇനിയിപ്പോൾ നേരെ എയർപോർട്ടിലേക്കാണ് പോവുക, ഇനി വീട്ടിലേക്ക് തിരിച്ചു വരൂല കേട്ടോ. ടാറ്റ പറ, ടാറ്റ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ അപ്പോൾ 5 മണിക്കില്ലേ ഫ്ലൈറ്റ്, നിങ്ങൾ അതിനപ്പം തന്നെ പുറത്തിറങ്ങണം. ഉമ്മാനെ കുറിയാത്ത ഡാം കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാസിഖാൻ്റെ ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഡേറ്റ് ഇങ്ങോട്ടേക്ക് മാറിപ്പോയതാണ് സംഭവം. നമ്മളൊന്ന് നേരെ പോകുന്നത് ഇപ്പോൾ കുറിയാത്ത ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇനി നേരെ ഇങ്ങോട്ടേക്ക് വരില്ല, നേരെ എയർപോർട്ടിലേക്ക് പോയിട്ട് പിന്നെ നാട്ടിൽ പോവുക ചെയ്യാം. അപ്പം ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് വെക്കുകയാണ്. Tipu tipu. Tiputi. Tiputi. Hati. Assalamualaikum. Ayo se. Ayo. ഈ ഉടുപ്പിട്ടിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പുറത്തങ്ങനെ പോകലില്ല. ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയപ്പം ഞാൻ ഉടുപ്പിട്ട് കൊടുത്തതാണ് കേട്ടോ. ധനൂസിനായാലും എപ്പോഴും റിപ്ലൈ കൊടുക്കും. ഭയങ്കര ചിരിയും കളിയൊക്കെ ഉണ്ട്. അവളോട് മാത്രം സ്പെഷ്യലായിട്ടൊരു ഭയങ്കര ചിരി കൊടുക്കണതാണ്. ഈ ജൂംബറാബർ എന്ന് പറയുന്ന ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസാണ് ഹെന്നൂസ്. പിന്നെ ഹെന്നൂസിൻ്റെ വക ഡാൻസാണ് വണ്ടിയിൽ. അങ്ങനെ നമ്മളിതാ നട്ടുച്ചയ്ക്ക് കുറിയാത്ത ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഭാഗത്തൊക്കെ കേട്ടോ, മസ്കറ്റ് ഭാഗത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മഴ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഈ വെള്ളം ചാടും, പുറത്തേക്ക് ഷട്ടറൊക്കെ തുറന്ന് വെള്ളം കാണാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. പക്ഷേ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഷട്ടർ തുറന്നില്ല, മഴ അതിനകത്തില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ ഈ കുറിയാത്ത ഡാമിന് ഇവിടെ വന്നിട്ട് വെള്ളം ചാടുന്നത് പിറകിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ട് നല്ല ഫോട്ടോസൊക്കെ ഇട്ട് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രതീക്ഷിച്ച് നല്ല രസമല്ലേ കാണാനെന്നും കരുതിയിട്ട് വന്നതായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് മൂഞ്ചി. പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾ നല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്ന് റെൻറ്റ് ചെയ്യാൻ ഭക്ഷണമൊക്കെ മക്കൾക്ക് അവിടെ നല്ല സ്വസ്ഥമായിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സമയത്ത് കുറിയാത്ത ഡാമിൽ. അതും ഒരു പ്രത്യേകത. വെള്ളം ചാടുന്നത് കാണാമെന്നും പ്രതീക്ഷിച്ചിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ വിളിച്ച് അന്വേഷിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറിയാത്ത ഡാം. അടിപൊളിയാണ് കാണാൻ. ഈവനിങ്ങിലൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഈ ഡാമൊക്കെ കണ്ട് പോകാം കേട്ടോ, നല്ല രസമാണ്. ഇനി നമുക്ക് അടിപൊളി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം. ശുഭ ബോഷറിലുള്ള ആർബിൾഡിലാണ് പോകുന്നത്. കുറേ കാലമായി അങ്ങോട്ട് പോകണം വിചാരിക്കണേ. ഞാൻ കുറേ മുൻപ് കഴിച്ചതാണ്. ഭയങ്കര ടേസ്റ്റിയാണ് അവിടുത്തെ ഫുഡ്. നമ്മൾ അയിനൂസ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുകയാണ്. ഞാൻ എപ്പോഴാണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ കൈ കുത്തുന്നത് ആ സമയത്ത് അവൾ കരയുള്ളൂ കേട്ടോ. തനൂസിന് പിന്നെ സൂപ്പൊക്കെ മതി, കാരണം മടിയാണ് ഭക്ഷണം കഴിക്കാൻ. പിന്നെ വെള്ളമാകുമ്പോൾ വേഗം ഇറങ്ങിക്കോളുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയിനൂസ് നീറ്റിട്ടുണ്ട്. ഭയങ്കര കച്ചറി അലമ്പൊക്കെയാണ്. ഞാൻ ഭക്ഷണത്തിൽ കൈ കുത്തിയതേ ഉള്ളൂ.
പിന്നെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ഞാനത് ഈ ഒരു ടേബിളുമേ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. എ സിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ. ആ ഒരു സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു വരാം. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചെറിയൊരു പീസ് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ചട്ടിനിയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല, ഇവിടുത്തെ ഈ ഒരു ഫുഡ് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഷൂ എടുത്താണ് കേട്ടോ. എന്നെടുക്കണോ? ഞാൻ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു അസറൊക്കെ. അപ്പം ഉമ്മക്ക് ഇവിടെ നിസ്കരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ അങ്ങ് എയർപോർട്ടിലേക്ക് പോയാൽ മതി. 5 മണിക്കാണ് അങ്ങോട്ട് എത്തേണ്ടത്. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളിതായി പള്ളിയിലും പരിസരങ്ങളിലൊക്കെ ആയിട്ട് കുറേയൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടു. അവിടെ പിന്നെ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ ഐനൂസും ഹെന്നൂബിയൊക്കെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അലമ്പൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് അമ്മ നിസ്കാരം കഴിഞ്ഞ് വണ്ടിയിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ പള്ളിയിൽ പോയ സമയത്ത് ഈ ആൾ മുഖത്ത് മുഴുവനും പെന്നോണ്ട് കുത്തിവരട്ട് നടക്കുകയാണ് കേട്ടോ ഇവിടെ. ഇപ്പം നേരെ പോണത് റോട്ടുമക്കാണ് കേട്ടോ. ഫുൾ അലമ്പാണ് കേട്ടോ ആൾ. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയത്. ഹന്നൂരെടുക്കാണ്ട് അങ്ങനെ നീണ്ട 4 മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോവാണ്. ഞാനും ഉമ്മയും ഞങ്ങൾ ഈ ഫാമിലി മൊത്തം, അതായത് നമ്മുടെ 3 മക്കളും ഫാസിക്കും എല്ലാവരും കൂടി ഈ ഒരു 4 മാസം ഇതുവരെ അങ്ങനെ ജീവിതത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല ഒരുമിച്ച്. അത് ആദ്യമായിട്ട് നമ്മൾ പിന്നെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വെക്കേഷനായിരിക്കും പോവുക. ഇനിയിപ്പോൾ ഓരോരോ ഫാമിലി ഭാഗങ്ങളിലൊക്കെ നമ്മൾ അവിടേക്ക് വിസിറ്റ് ചെയ്യലും അവിടെ നിൽക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു ടൈം ഗ്യാപ്പിൽ ഞങ്ങളങ്ങനെ താമസിച്ചിട്ടില്ല ഒരുമിച്ച്. അപ്പം ഇത് ഭയങ്കര എന്താ പറയുക, കുട്ടികളും വല്ലാണ്ട് അങ്ങ് അടുക്കലും തനൂസിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഉമ്മൻ്റെ കൂടെ തന്നെ ആയിരുന്നു കിടക്കലും അവർ കഥ പറയലും എല്ലാം അവർ ഒരുമിച്ചിട്ടുണ്ടായതുകൊണ്ട് തനൂസ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഉമ്മൻ്റെ കൂടെ പോകാൻ ഒരുപാട് ഒരുങ്ങിയതാണ്. അപ്പം പിന്നെ വെക്കേഷനിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവളെ സമാധാനിപ്പിച്ചതാണ്. പിന്നെ ഹെന്നൂബിൻ്റെ വിഷയത്തിൽ ഉമ്മക്ക് അങ്ങോട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നമ്മളങ്ങ് എയർപോർട്ടിലേക്ക് എത്തലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഉമ്മ അങ്ങോട്ട് പെട്ടെന്ന് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവേ നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യും എയർപോർട്ടിൽ. ഇത് അങ്ങനെയല്ല, ഇവരുടെ ഫ്ലൈറ്റ് വേഗം എടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫും കാര്യങ്ങളെല്ലാവരും ഈ ഫ്ലൈറ്റിലേക്കുള്ള എല്ലാ ആൾക്കാരെയും കളക്ട് ചെയ്ത് വേഗം കൊണ്ടുപോകുന്നുണ്ട്. അവസാനത്തെ ആളായിരുന്നു ഉമ്മ. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയെങ്കിൽ കൂടിയും അവർ വേഗം എല്ലാ ആൾക്കാരെയും കളക്ട് ചെയ്ത് വേഗം കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങ് എയർപോർട്ടിലെത്തലും ഉമ്മ പെട്ടെന്ന് അങ്ങ് വാനിഷായിപ്പോയി. എന്താ പറയണ്ടേന്ന് അറിയില്ല. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴും വീട് ഫുൾ കാലിയായ പോലെ. ഉമ്മ ഇല്ലാത്തൊരു വീട് വരുമ്പോൾ ഒരു ഇതാണല്ലോ. ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുക എന്നുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഈ വെക്കേഷനിൽ പോകണ്ടേ അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് പോയൊക്കെ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ എല്ലാവരോടും ഉമ്മ ടാറ്റൊക്കെ പറഞ്ഞ് ഉമ്മക്ക് കൊടുത്ത് നാട്ടിലേക്ക് പോയി. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു, ടാറ്റാ. ഓർമ്മ ഉണ്ടാകുമോ കാണുമ്പോൾ? എന്താ തന്നെ വെക്കേഷനിൽ പോയിക്കോ.